നമസ്കാരം. മറയൂർ പഞ്ചായത്തിലെ ചെമ്മൻകുഴിയിൽ സീറോ ലാൻഡിൽ അർഹതയില്ലാത്തവർക്ക് വീടുകൾ അനുവദിച്ചെന്നും വീടുകൾ അനുവദിച്ച് കിട്ടിയവർ പണി തീർന്നയുടൻ വിറ്റ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതായും നാട്ടുകാർ. തങ്ങൾക്ക് ഇതുവരെ വീട് അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഇത് അനുവദിക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നുമില്ല. രാഷ്ട്രീയ സ്വാധീനമാണ് ഇവിടെ പ്രധാനം. തങ്ങൾക്ക് വീടും സ്ഥലവും ആവശ്യമാണ്. നാട്ടുകാർ പ്രതികരിക്കുന്നു. അവരുടെ വാക്കുകളിലേക്ക്. എനിക്ക് ഒരു ദിവസം 300 രൂപ ശമ്പളമുള്ളൂ. അത് ജോലി ഉള്ള സമയത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എനിക്ക് +1 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. കൂലിപ്പണി ചെയ്ത് വാടകയും കൊടുത്ത് കൊച്ചിനെയും പഠിപ്പിക്കാനൊക്കെ പാടാണ്. എനിക്ക് കിടക്കാനും ഒരു സ്ഥലമൊന്നുമില്ല. ഞാൻ നേരത്തെ ഗ്രാമസഭയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് വീട് വേണം, സ്ഥലം വേണം, മോനെയും കൊണ്ട് എനിക്ക് വാടകയ്ക്കൊക്കെ നോക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുള്ള നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിക്ക് വരെ ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ അതിൻ്റെ ക്യാമ്പ് വന്നായിരുന്നു, ആ സമയത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയാലും എനിക്ക് കുറച്ച് ഒരു 3 സെൻറ്റ് സ്ഥലമെങ്കിലും വേണം, ഒരു വീട് വയ്ക്കാനുള്ള സൗകര്യം വേണം. എൻ്റെ പേര് സെലീന. ഞാൻ മറയൂർ പഞ്ചായത്തിൽ തന്നെ ജനിച്ച് വളർന്ന ഒരാളാണ്. ഒരു 12 കൊല്ലമായിട്ട് ഞാൻ വീടിനും സ്ഥലത്തിനും അപേക്ഷ വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കെട്ടിയവന് ഉപേക്ഷിച്ച് 2 മക്കളുണ്ട്. എനിക്ക് 2 മക്കളും ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഓരോ തവണയും പഞ്ചായത്തിലും വില്ലേജിലും ഞങ്ങൾ കയറി ഇറങ്ങാറുണ്ട്. ഈ സ്ഥലം ആർക്കും തരാറില്ല. എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇനി പോകാൻ ഞങ്ങൾക്ക് വഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് വിറ്റവർക്കാണ് വീണ്ടും വീണ്ടും പാസ്സാക്കി കൊടുക്കുന്നത്. 10ാമത്തെ വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പെരയിൽ വന്ന് പോന മാസം മലമ്പാമ്പ് വന്ന് അവർ പിടിച്ചോണ്ട് പോയി. എനിക്ക് അവിടെ ഇരിക്കാനോ താമസിക്കാനോ പേടിയാണ്. എനിക്ക് ഒരു വീട്, എനിക്ക് 3 സെൻറ്റിൽ എനിക്ക് വീട് വേണം. 2015 എനിക്ക് ഈ പട്ടയം കിട്ടിയതാണ്. ഉമ്മൻചാണ്ടി പദ്ധതിയിൽ വന്ന് എനിക്ക് കിട്ടിയതാണ് ഈ പട്ടയം. ഇതിന് ഞാൻ കളക്ടർ ഓഫീസും വില്ലേജ് ഓഫീസും എല്ലാ സ്ഥലത്തും ഞാൻ പോയി ഈ പട്ടയത്തിൻ്റെ കോപ്പിയും വെച്ച് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അപേക്ഷവും കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇതുവരെയ്ക്ക് എനിക്ക് ഒരു നടപടിയും വന്നിട്ടില്ല. എനിക്ക് വീടോ സ്ഥലമോ ഒന്നുമില്ല. എൻ്റെ അച്ഛനിക്കുമില്ല. എൻ്റെ അച്ഛൻ ഈ കാലാവധിയാണ് മരിച്ചത്. എനിക്ക് വില്ലേജായിട്ടോ പഞ്ചായത്തായിട്ടോ ഒരു സഹായവും എനിക്കിതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. എനിക്കിത് കിട്ടാനായിട്ട് ഉള്ള കാരണം എന്നാന്നും അവർ പറയുന്നില്ല. എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വലിയ വലിയ ആൾക്കാർ, അവരുള്ള ആൾക്കാരെ നോക്കിയാണ് അവർ കൊടുക്കുന്നത്. ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് എന്നാന്ന് പറഞ്ഞ് ഒരു അന്വേഷണം പോലും അവർ വരുന്നില്ല. ഞാൻ ഈ പട്ടയത്തിന് 2015 എനിക്ക് കിട്ടിയ പട്ടയമാണ്. ഇതെന്നാണ് തരാനുള്ള താല്പര്യം എന്നാ അവർക്ക് ഇല്ലാത്തതെന്നും എനിക്കറിയുന്നില്ല. അവർ ഇതിനുള്ള തക്ക മറുപടി എനിക്ക് കളക്ടർ ഓഫീസിൽ ഇരുന്ന് എനിക്ക് തീർച്ചയായിട്ടും വരണം. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ജനിച്ചതിലിരുന്ന എല്ലാം ഇവിടെ തന്നെയാണ്, ഈ പഞ്ചായത്ത് തന്നെയാണ്. ഇതുവരെയ്ക്കും എനിക്ക് ഒരു മറുപടി ഇവർ തന്നിട്ടില്ല. എനിക്ക് ഈ പട്ടയമാണ് ഇവർ തന്നേക്കുന്നത്, ഈ ബില്ലാണ് അവർ തന്നേക്കുന്നത്. എനിക്ക് ഇതിൻ്റെ മേളിൽ എനിക്ക് ഒരു പ്രൂഫ് ഇവിടെ പറയാനായിട്ട് ഇതില്ല. എന്നാന്ന് പറഞ്ഞാൽ ഞാനൊരു ഫയൽ നിറച്ചാണ് ഇവർക്ക് ഞാൻ പെറ്റീഷൻ എഴുതി കൊടുത്തേക്കുന്നത്. ഇതുവരെയ്ക്കും എനിക്ക് കളക്ടർ ഓഫീസിൽ ഇരുന്നോ വില്ലേജിൽ ഇരുന്നോ ഒരു മറുപടി ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഇത് എന്നാണ് ഇവർക്ക് ലഞ്ചാണോ കൊടുക്കേണ്ടത്? ഞാൻ 1 ലക്ഷം രൂപ വരെയ്ക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെയ്ക്കും ഇനി എനിക്ക് കൊടുക്കാനും ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ഇനി വിറ്റ് പറക്കാനും ഒന്നുമില്ല. ഇവർക്ക് ഇനി എന്നാണ് ഞാൻ തരേണ്ടത്? പൈസ ഞങ്ങൾ വില്ലേജിലാണ് ഞങ്ങൾക്ക് കൊടുത്തത്. അഫ്സൽ എന്ന് പറഞ്ഞ ഒരു സർവേറാണ് ഞങ്ങൾക്ക് അളക്കാൻ വന്നത്. അതെ, അവർക്ക് കൊടുത്താണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഇതുവരെയ്ക്കും ഞങ്ങൾക്ക് ഇതുവരെയ്ക്കും ഒരു സ്ഥലവും അളന്നു വന്നിട്ടില്ല. എൻ്റെ പേര് അഭിരാമി. ഞാൻ മറയൂർ പഞ്ചായത്തിൽ തന്നെയാണ് ജനിച്ച് വളർന്നത്. ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് ചെമ്മൻകുഴിയിലുള്ള ചേട്ടനാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അത് എൻ്റെ അമ്മയുടെ സ്വന്തം വീടൊന്നുമല്ല, അത് അപ്പൂപ്പൻ്റെ പേരിലായിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ ഞാൻ ഈ 2 കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ എവിടെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. പലതവണ ഗ്രാമസഭയിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് വേണം, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വേണമെന്ന്. എന്നാലും ഉള്ളവർക്കേ കൊടുക്കുന്നുള്ളൂ, ഇല്ലാത്തവർക്ക് ആർക്കും അവർ ഇത് ഒന്നുമേ ചെയ്യുന്നില്ല. ഞങ്ങൾ ചോദിച്ചാൽ പറയും നാളെ ചെയ്യാം എന്നൊക്കെ പറയും. ഒരു തുണി മാറണമെങ്കിൽ പോലും എൻ്റെ കെട്ടിയനെ ഞാൻ പുറത്ത് പറഞ്ഞു വിട്ടിട്ടാണ് തുണി മാറുന്നത്. അതിനുള്ള സിറ്റുവേഷൻ അവിടെ ഉള്ളത്. എൻ്റെ വീട്ടിൽ വെള്ളം കയറി വന്ന സമയത്ത് കെട്ടിയനത് വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിട്ടപ്പോൾ പറഞ്ഞു വെള്ളം അടിച്ചിട്ടാണ് ഇടുന്നതെന്ന്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ തന്നെയാണ്. എന്നിട്ട് പറയും നിങ്ങൾ ഒന്നും ഇവിടെ വരുന്നില്ല, ചെയ്യുന്നില്ല, അത് കാരണം നിങ്ങൾക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറയുന്നത്. എനിക്ക് വീടും സ്ഥലവും ഇതുവരെയായിട്ടും ആരും ഒന്നും തന്നില്ല. ഞങ്ങൾ 5 മക്കളും അമ്മ എന്നെ പുറത്തിറക്കി വിട്ടു. അപ്പോൾ ഇവരുടെ വീട്ടിലായിരിക്കുന്നത്. ഇവരുടെ വീട്ടിൽ ഇവരുടെ അമ്മയുടെ വീടും ഇല്ല, ഇവിടെ അമ്മയുടെ പേരിലും ഇല്ല ഇവരുടെ വീട്. അപ്പോൾ എനിക്ക് ഒരു വീടും ഒരു സ്ഥലവും വേണം. മഹേശ്വരി, ചെമ്മൻകുഴി, 8ஆம் வார்டு. எனக்கு வீடு வாசல் எதுவுமே இல்லை. நான் ஒரு குடிசையில் தான் இருக்கேன்.
நேற்று கூட நல்ல பாம்பு 2 பாம்பு போனாலும் ஆடிக்கிட்டு வருது வீட்டுக்குள்ளே. குடியிருக்கவே எனக்கு இடம் இல்லை. நான் அதுக்குள்ளேயே தான் படுத்து கிடக்கேன். அதுக்குள்ளேயே தான் சுவராக்கி சாப்பிட்றேன். காட்டு மாடு வந்தாலும் சரி, ஆணை வந்தாலும் சரி, அதுக்குள்ளேயே தான் கிடக்கேன். வந்து பாருங்க நீங்கள் வந்து. இது நான் வரைக்கும் எனக்கு 52 வயசாச்சு. ஒரு பஞ்சாயத்துலேருந்து ஒரு இடம் இல்லை. வில்லேஜுக்கு போனால் வில்லேஜ் சார் நாளாக வரேன், நாளை கழிஞ்சு வரேன் அப்படின்னு சொல்லிடுறாங்க. எனக்கு வீடு வாசல் அது மாதிரி இப்போ எழுதி கொடுத்து நான் நாளை வரேன், நீங்கள் வீட்டுக்கு போய்க்கோ நான் விழிச்சாக்கேன். ஆனால் கூப்பிட்டா பாடும்ல, அவங்க வந்த பாடும்ல தான். நேற்று முந்தா நாளும் கூட போயிட்டு வந்தேன். வச்சு பாஸ் ஆகி வந்தேன். அது 20 பிராசம் வச்சு சார் அபேஷம் வச்சு. இன்னும் இது வேற இப்போலாம் பாஸ் ஆகிது ஆயிട്ടുണ്ട്. മിനിഞ്ഞാന്നും പോയി കൊടുത്ത് സർട്ടിഫിക്കറ്റ് வந்து கைவச സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മടിയാ അവർക്ക്. എഴുതി കൊടുത്ത് 1 മാസം ആയി, അത് കൊടുത്തിട്ടില്ല. 2 പ്രാവശ്യം നല്ല പാമ്പ് 2 പാമ്പ് வந்து പൊണലാടി വീട്ടിൻ്റെ അകത്ത് കിടക്കുക. ഇവരൊക്കെ എൻ്റെ ആങ്ങളെയും എൻ്റെ അമ്മയും മുടിക്കി വിട്ടത്. நான் இங்கே வந்து என் பேர் தேவி, பட்டிக்காட்டில் தான் நான் இருக்கேன். நான் இங்கே வந்து 12 வருஷம் ஆச்சு. எங்கள் மாமனார் ஃபேமிலியோடு இங்கே தான் இருந்தாங்க. எனக்கு வீட்டுக்கு அபேஷன் வச்சப்போ எனக்கு லோன் பாஸ் ஆகி வந்துடுச்சு. உஷா ஹென்றி அவங்க இருக்கிறப்பவே எனக்கு இடத்துக்கும் பாஸ் ஆகி வந்துடுச்சு. பஞ்சாயத்தில் மீட்டிங் வச்சாங்க. மீட்டிங் வச்சப்போ நாங்கள் ப்ரூஃபெல்லாம் எடுத்துகிட்டு போனப்போ அந்த பக்கம் பள்ளநாட்டு பக்கத்தில் ஒரு ஆத்தோரத்தில் இடம் கொடுக்குறதா இருந்தாங்க. அங்கே குழந்தைங்கள வச்சுட்டு என்னால் இருக்க முடியாதுன்னு, அங்கே வேண்டாம், நாங்கள் இந்த சைடு எங்களுக்கு கொடுங்கன்னு சொல்லி கேட்கும்போது இந்த சைடு கிடையாது, நாங்கள் வரும்போது தான் இந்த சைடு தருவோன்னு சொன்னாங்க. அதுக்கப்புறம் 3 டைம் என்னோட லிஸ்ட்டில் பேர் வாசித்தாங்க, என்னோட பேர். அதுக்கப்புறம் நான் திரும்ப போய் கேட்கும்போது கம்யூனிட்டி சர்டிஃபிகேட் வாங்கிட்டு வாங்க, அப்போ தான் உங்களுக்கு இது எல்லாமே பாஸ் ஆகுன்னு சொன்னோன்னா நான் வில்லேஜில் போய் அபேஷன் வச்சேன். அந்த டைமில் இந்த எம்எல்ஏ ராஜா அவங்களுடைய பிரச்சனை, அந்த கம்யூனிட்டி ப்ராப்ளம் நடந்துட்டு இருந்துச்சு. அப்போ நான் வில்லேஜில் போய் அபேஷன் வச்சப்போ தமிழ்நாட்டிலேருந்து இங்கே கல்யாணம் பண்ணி வந்தவங்களுக்கு கம்யூனிட்டி கொடுக்க முடியாது அப்படின்னு ரெட் மார்க் வச்சுட்டாங்க. எனக்கு சிஸ்டத்துலேயே வச்சுட்டாரு அந்த சாரு 5 வருஷத்துக்கு முன்னாடியேவும். அதுக்கப்புறமா வில்லேஜில் போய் என்னால் எதுவுமே வாங்க முடியல. இப்போ வரைக்கும் அப்படி தான் இருக்குது. தமிழ்நாட்டிலேருந்து இங்கே வந்தவங்களுக்கு எதுவுமே இல்லைன்னா தமிழ்நாட்டுக்கும் இங்கேக்கும் எந்த சம்மந்தமும் கிடையாதா? எல்லா வகையிலுமே அப்போ ஸ்டாப் ஆகணும்ல. இது மாத்திரம் கிடையாது இல்லை. இப்போ அந்த பிரச்சனையும் முடிஞ்சு இப்போ எல்லாருக்கும் கொடுத்துட்டு தான் இருக்காங்க. ஆனாலும் அந்த ரெட் மார்க்னால என்னால் எதுவுமே போய் வாங்க முடியல. இப்போ வரைக்கும் நான் வாடகை வீட்டில் தான் இருக்கேன். மழை வந்தால் என் வீட்டுக்குள்ளே படுக்க கூட முடியாது, அவ்வளோ ஈரமாக இருக்கும். என்னால் என் பிள்ளைங்களை வச்சுட்டு நான் கீழே தான் படுக்கிறேன். எனக்கு ஒரு கட்டில் வாங்கி கூட என் சாதனத்தை கொண்டு போய் அடுத்த வீட்டில் போட்டிருக்கேன். அதை போடுறதுக்கு இடம் கிடையாது. எனக்கு வீடு வாசம் எதுவுமே கிடையாது. இங்கே எனக்கும் வீடு வேணும், இங்கே இடமும் வேணும். ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.